ഏറ്റവും പുതിയ കിയ സെൽട്ടോസിന്റെ വാല്യൂ ഫോർ മണി വേരിയന്റുകൾ രണ്ടെണ്ണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും നോക്കിയാൽ ബേസ് വേരിയന്റ് ആണ് ഏറ്റവും വാല്യൂ ഫോർ മണി. നമുക്ക് 13,30,000 രൂപയിലാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റിനാണ്, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന പല ഫീച്ചേഴ്സും അതിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൺറൂഫ്, സ്മാർട്ട് കീ അല്ലെങ്കിൽ പുഷ് നമ്മുടെ അലോയ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും എന്തായാലും ബേസ് വേരിയന്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വാല്യൂ ഫോർ മണി മാത്രമല്ല, അത്യാവശ്യം ഫീച്ചേഴ്സും കൂടിയുള്ളൊരു വാല്യൂ ഫോർ മണി ഒരു പാക്കേജ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് പുതിയ സെൽട്ടോസിൽ. ഒന്ന് HTK വേരിയൻ്റ് ആണ്, ഒന്ന് അതിൻ്റെ തൊട്ട് മുകളിലുള്ള HTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. ആ ഒരു വേരിയൻ്റ് ആണ് റെഡ് കളർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ നിന്നും നിങ്ങൾ 2.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ HTK വേരിയന്റ് കിട്ടും. 15,80,000 രൂപയിൽ ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 ലക്ഷം ബഡ്ജറ്റ് റേഞ്ച് ഉള്ളവർക്കൊക്കെ ഇത്രയും വലിയൊരു വാഹനം, ഇത്രയും സ്പേസ് തരുന്ന ഒരു വാഹനം, ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു സെൽട്ടോസിന്റെ വാല്യൂ ഫോർ മണി എന്ന് മാത്രമല്ല, ഈ ഒരു സെഗ്മെന്റിലെ തന്നെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് കിയ സെൽട്ടോസ് HTK ആൻഡ് HTK ഓപ്ഷണൽ വേരിയന്റുകൾ. ഓപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കെയിൽ നിന്നും ഒരു 1,30,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് 17,10,000 റേഞ്ചിലൊക്കെ ഓൺ റോഡ് പ്രൈസിൽ കെ ഓപ്ഷനിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ വേരിയന്റ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മറ്റൊരു പ്രത്യേകത ഇതിൽ രണ്ടിലും നമുക്ക് കെ ഓപ്ഷനിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നോർമൽ പെട്രോൾ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്, ടർബോ എഞ്ചിൻ IMT ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടുന്നുണ്ട്, ഡീസലും നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്, അങ്ങനെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. നോർമൽ കെ ആണെന്നുണ്ടെങ്കിൽ ടർബോ ഓട്ടോമാറ്റിക് വെച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മനസ്സിൽ ഏത് എഞ്ചിൻ ഓപ്ഷനാണ്, ട്രാൻസ്മിഷൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ രണ്ട് വേരിയന്റിലും അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം വീഡിയോ തുടർന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ മുൻവശത്തുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ വിലയിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു 1,30,000 നിങ്ങൾ കെയിൽ നിന്നും കെ ഓപ്ഷനിലേക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ മുൻവശത്ത് ആകെ ഒരൊറ്റ മാറ്റം വരുന്നുള്ളൂ. അതാണ് ഈ കാണുന്ന പാർക്കിംഗ് സെൻസേഴ്സ്. അതായത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഫ്രണ്ട് ലുക്ക് എല്ലാം സിമിലർ ആണ് എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു സൈഡിൽ കാണുന്നത് LED DRL ആണ്. നമുക്ക് LED ഹെഡ്ലാമ്പ് യൂണിറ്റ്, ഇൻഡിക്കേറ്റർ മാത്രം ഹാലജൻ ആണ് വരിക. അത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള GTXലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ മൊത്തം ഈ യൂണിറ്റും LED ആവുന്നതും ഈ DRL തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് മാറുന്ന ഒരു ഫീച്ചർ വരുന്നത്. അത് ഏറ്റവും ടോപ്പ് എൻഡ് ആ കാണുന്ന GTയിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്നുള്ളൂ. പിന്നെ ഗ്രില്ല് നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. താഴേക്ക് വന്നാൽ സ്കിറ്റ് പ്ലെയിൻ്റെ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ ഒരു സിൽവർ ടച്ച് വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഇല്ല. അപ്പോൾ ഒരു ഫോഗ് ലാമ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻറ്റ് ഫുള്ളി ലോഡറായി മുൻവശത്ത് നിന്ന് എന്ന് പറയാം. വേറെ നമുക്ക് കുറവുകളൊന്നും പറയാനില്ല. വേണമെങ്കിൽ ഗ്രില്ലും കൂടി ഒരു ഗ്ലോസി ബ്ലാക്ക് ടച്ച് കൊടുക്കാം. അത് അത്യാവശ്യമല്ല, ഇങ്ങനെ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. വേണമെങ്കിൽ അത് ഗ്ലോസി ബ്ലാക്ക് ഒക്കെ പെയിൻറ്റ് ചെയ്യാവുന്നുള്ളൂ. സിമ്പിൾ പരിപാടിയുള്ളൂ എന്ന് പറയാം. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടയർ സൈസ് വരുന്നത് 17 ഇഞ്ചിൻ്റെ അലോയ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ കാണുന്നത് എന്നിട്ട് അതല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതെ, ഈ കാണുന്നത് അതല്ല, 16 ഇഞ്ചാണ്, 205/65 പ്രൊഫൈലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിതിൽ 3 എഞ്ചിൻ ഓപ്ഷൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അലോയ് കിട്ടുന്നില്ല. അതല്ല, ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്കും അതുപോലെ ഡീസൽ എഞ്ചിൻ എടുക്കുന്നവർക്കും 17 ഇഞ്ച് സൈസ് കൂടുന്നുണ്ട്, അലോയ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു എഞ്ചിൻ എടുക്കുന്നവർക്ക് മാത്രം അലോയ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് അലോയ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ 17 ഇഞ്ച് ആവുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനമായിട്ട് നമ്മൾ വർഷങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി GT അവിടെ നിൽക്കുന്നതും അത്തരത്തിലാണ്. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു മാറ്റ് ക്ലാഡിങ് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാൽ അത് മറ്റേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ഇതാകുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ബമ്പറായിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. ഈ ഭാഗം മാത്രം ഗ്ലോസി ആക്കിയ കാര്യമില്ല, നമുക്ക് ബമ്പർ വരെ ഒരു മാറ്റ് ഫിനിഷ് വരുമ്പോൾ ഇവിടെ മാത്രം ഗ്ലോസി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാച്ച് ആവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഫെയ്ഡായ പോലെ തോന്നും. അത് നമുക്ക് സിമ്പിളായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഒരു പുറത്തൊക്കെ പഴയ ജനറേഷൻ സെൽട്ടോസൊക്കെ നിൽക്കുന്നത്, അതിൻ്റെ ക്ലാഡിങ് ഒക്കെ കണ്ടോ, ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ മറ്റതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന നമ്മുടെ GTയിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് സൈഡൊക്കെ നോക്കി ഞങ്ങൾ ഗ്ലോസി ബ്ലാക്ക്, അതാണെന്നുണ്ടെങ്കിൽ കല്ലടിച്ചാലും സ്ക്രാച്ച് ആയാലൊന്നും പെട്ടെന്ന് പെയിൻറ്റ് ചെയ്തെടുക്കൽ പോസിബിൾ അല്ല എന്ന് പറയാം. ഇനി വശങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട് ഈ ഒരു വേരിയൻ്റ്. ഈ വേരിയൻ്റ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഓട്ടോ ഫോൾഡ് അടക്കം വരുന്ന മിറേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കും. അതുപോലെ നമ്മുടെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, അതിനും ഇലക്ട്രിക് പോപ്പപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് പോകും, ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പപ്പായി വരും. ഇതൊക്കെ HTKയിൽ തന്നെ കിട്ടുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ കെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 1,30,000 കൂടുമ്പോൾ വളരെ ചെറിയ മാറ്റം വരുന്നുള്ളൂ. മുൻവശത്ത് ഞാൻ പറഞ്ഞു പാർക്കിംഗ് സെൻസറാണ്, വർഷങ്ങളിൽ ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. അപ്പോൾ ഇതും നമുക്ക് സ്മാർട്ട് കീയും ഈ ഒരു HTK മുതലാണ് ആരംഭിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഇലക്ട്രിക് ആവുന്നുണ്ട്. അതല്ലാത്ത ഇതിന് താഴേക്ക് HTKയിലും താഴേക്കോ അല്ലെങ്കിൽ ബേസ് വേരിയൻ്റൊക്കെ പോയ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിപ്പോൾ അങ്ങനെ ലോക്ക് പൊസിഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിങ്ങനെ തന്നെ നിൽക്കും, പുറത്തേക്ക് തള്ളി വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ പ്രസ് ചെയ്യണം, എന്നിട്ട് പിടിച്ചിങ്ങനെ വലിക്കണം ഓപ്പൺ ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ഒരു കൺവീനിയൻസിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ സ്മാർട്ട് കീ ആകുമ്പോൾ മറ്റൊരു പ്രത്യേകത അതെ, കീ കൊണ്ട് നമ്മൾ അടുത്തേക്ക് വന്നാൽ മതി, സംഭവം ഓപ്പൺ ആവുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതിനാണ് നമ്മൾ ഈ ഒരു 2.5 ലക്ഷം ബേസ് വേരിയൻറ്റിനും കൂടുതൽ കൊടുക്കുന്നതെന്ന് പറയാം. ഒരു ഗ്ലോസി ബ്ലാക്കിലുള്ള റൂഫ് റെയിൽസ് നമുക്ക് HTKയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വർഷങ്ങളിൽ നോക്കുമ്പോൾ കാഴ്ചയിൽ ഒരു കാര്യവും നമുക്ക് മാറ്റങ്ങൾ കെയും കെ ഓപ്ഷനിലും നമ്മൾ വരുന്നില്ല. ഒരൊറ്റ കാര്യം ഒഴിച്ച് കെ ഓപ്ഷനിലേക്ക് വന്നാൽ പാനോറമിക് റൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സൺറൂഫ് വേണം എന്ന് നിങ്ങളുടെ കുട്ടികൾ വാശി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു നിങ്ങളുടെ ഒരു ഡ്രീം ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ HTK ഓപ്ഷനിൽ നിങ്ങൾക്ക് കിടിലം വേരിയൻ്റ് ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 17,10,000 രൂപ ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ഈ ഒരു പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന വാഹനത്തിന് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കാണ് വശങ്ങളിൽ പറയാനുള്ളത്. നമുക്ക് ഷോൾഡർ ലൈൻ ഇല്ല, പകരം മുകളിലായിട്ട് നമ്മുടെ ഒരു പുതിയ സെൽറ്റോസിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ഒരു ഗാർണിഷ് കാണാൻ സാധിക്കും. ഒരു സിൽവർ എലമെൻ്റാണ് വന്നിട്ടുള്ളത്. അതിങ്ങനെ പുറകിൽ കൂടെ പോയി വാഹനത്തെ മൊത്തം ചുറ്റുന്ന രൂപത്തിലൊരു ഡിസൈനിൽ ലഭിക്കുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ HTK വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഡിഫോഗറും അതുപോലെ തന്നെ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈപ്പർ ഒരു ഹിഡൻ ആണ് കേട്ടോ, അതെ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ടാവും. അതും HTK എന്ന് പറയുന്ന 3ാമത്തെ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കണക്റ്റഡ് ടൈപ്പ് ടൈൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് ബേസിൻ്റെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയാണ് ഇലിമിനേഷൻ ഉണ്ടായിരിക്കുള്ളൂ, ഈ ഒരു ഭാഗത്ത് ഇലിമിനേഷൻ ഉണ്ടായിരിക്കില്ല. അത് നമുക്ക് HTKയിലൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയാം. സെൻട്രലായിട്ട് നമുക്ക് റിയർ വ്യൂ ക്യാമറ കാണാം. 360 ഒന്നും പ്രതീക്ഷിക്കേണ്ട, അത് നമുക്ക് ഒന്നല്ലെങ്കിൽ അഡാസ് എടുക്കുന്ന വേരിയൻറ്റ് അല്ലെങ്കിൽ GTയിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സെൽറ്റോസിൻ്റെ ബ്രാൻഡിങ്, അതുപോലെ കിയ എന്നുള്ള ലോഗോ കാര്യങ്ങൾ, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അതുപോലെ ഫ്രണ്ടിൽ കണ്ട അതേ കളർ തീമിലുള്ള സ്കിഡ് പ്ലെയിൻ്റെ ഭാഗത്തൊരു ഡിസൈൻ കാര്യങ്ങൾ കാണാം. പിന്നെ റിഫ്ലക്ടർ, റിവേഴ്സ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി ബൂട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയും വലിയൊരു വാഹനം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാഹനത്തിന് നീളം പുതിയ സെൽറ്റോസിന് കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ക്യാബിനിൽ കിട്ടുന്നുണ്ട് പറയാം ആ ഒരു സ്പേസ്. പ്രത്യേകിച്ച് ബൂട്ട് വർദ്ധിച്ചിട്ടുണ്ട്, 447 ലിറ്റർ ആയിട്ട് വർദ്ധിച്ചു. ഇതിന് മുകളിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ ഏതെങ്കിലും വണ്ടിക്ക് ബൂട്ട് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹോണ്ട എലവേറ്റിന് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഏത് വണ്ടി നോക്കിയാലും സെൽറ്റോസിന് താഴെയാണ് എന്നുള്ളതാണ്. അതുപോലെ പാർസൽ ട്രേ നമുക്ക് വരുന്നുണ്ട്. അതും HTKയിലാണ് ആരംഭിക്കുന്നത്. അതിന് താഴേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പാർസൽ ട്രേ ഒക്കെ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ലുക്കിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ 2 ഫീച്ചർ നമുക്ക് കെയിൽ നിന്നും കെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നുള്ളൂ. ഒന്ന് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഒന്ന് മുകളിൽ കാണുന്ന നമ്മുടെ പാനോറമിക് റൂഫ്. ഈ 2 കാര്യങ്ങളാണ്. പാനോറമിക് റൂഫൊക്കെ എന്തായാലും നമുക്ക് വർത്താണ്. ഒരു 60,000-70,000 രൂപയൊക്കെ കോസ്റ്റ് കണക്കാക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. പിന്നെ പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വന്നാൽ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 1,30,000 നമ്മൾ അധികം കൊടുക്കുന്നത് ഒട്ടും മോശമല്ല, വർത്താണ് എന്നുള്ളതിനാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാനോറമിക് റൂഫും ഇതൊക്കെ വേണോ വേണ്ടയോ എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളൂ. 1,30,000 അധികം കൊടുക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. കാരണം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ഡുവൽ ടോണിലെ ലെതർ സീറ്റൊക്കെ ഒരു HTK ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ HTK ഓപ്ഷനിലെ കാണുന്നതുകൊണ്ട് ഒരു കാർബൺ ബ്ലാക്ക് എന്നാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് വായിച്ചപ്പോൾ അത്രയും എഫക്റ്റ് പ്രതീക്ഷിച്ചത് ശരിക്കൊരു കാർബൺ ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഗ്രേയും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലെതർ സീറ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റ് ഉണ്ട്. അപ്പോൾ ലെതർ ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് HTKയിൽ സെമി ലെതർ ആയിരിക്കും. അതായത് ഈ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നോർമൽ ഫാബ്രിക്കും ഇതിൻ്റെ ഈ വശങ്ങളിൽ ഈ ഒരു ഭാഗത്തും അതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ലെതർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതാകുമ്പോൾ ഫുൾ ലെതറായി, അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു 1 സ്റ്റെപ്പ് റിക്ലൈനിങ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ അപ്രൈറ്റ് ആയിട്ടിരിക്കാം, ഒന്നുകൂടി ചാരിയിരിക്കാം. പിന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്, അതിൽ കപ്പ് ഹോൾഡേഴ്സ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത്തരത്തിൽ ഫുള്ളി ലോഡഡ് ആവുന്നുണ്ട്. ബാക്കിലേക്ക് ഇനി സൗകര്യങ്ങൾ നോക്കിയാൽ AC വെൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ HTKയിലല്ല, താഴ്ന്ന ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. കൂടാതെ 2 C ടൈപ്പ് ചാർജിങ് പോർട്സ് അത് നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ പുറകിലായിട്ടും നൽകിയിട്ടുണ്ട്. കൺവീനിയൻ്റ് ആയിട്ടൊരു സ്ഥലത്താണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് പാനോറമിക് റൂഫിൻ്റെ ഒരു വ്യൂ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ HTK ഓപ്ഷൻ എടുക്കുന്നവർക്ക് ഈ ഒരു സാധനം കിട്ടുമെന്നുള്ളതാണ്. 1,30,000 അധികം കൊടുത്താൽ. അവിടെ മാപ്പ് ലാമ്പൊക്കെ സൈഡിലായിട്ടാണ് കൊടുത്തുള്ളത്. കാരണം സൺറൂഫ് വന്നുകൊണ്ട് തന്നെ സെൻട്രൽ കൊടുക്കാൻ പറ്റില്ല ലൈറ്റ്. അപ്പോൾ അതൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 പവർ വിൻഡോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ സൺഷെയ്ഡ് കർട്ടൻ, ഇതും HTK വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അതിൽ മുതലാണ് നമുക്ക് ആരംഭിക്കുക എന്ന് പറയാം. ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 6 സ്പീക്കർ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ HTXന് മേലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ബോസിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് പറയാം. 2 വലിയ 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം ഫീൽ ഉണ്ട്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് ഇല്ല എന്നുള്ളൊരു കുറവ് വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. സ്പേസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ വരുന്ന ഒരു വാഹനമാണ് എന്നുള്ളത്. ഇനി HTKയും കെ ഓപ്ഷനിലും ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ നോട്ടത്തിൽ ഒരു ഫീച്ചറും മാറാനില്ല കേട്ടോ. അതായത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഈ ഒരു ലുക്കിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടും. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുന്നുള്ളൂ. അത് മുൻവശത്ത് കയറിയിട്ട് പറയാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഡയമെൻഷൻ നീളം കൂടി എന്ന് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയിട്ടുള്ളതാണ്. 10 മില്ലിമീറ്റർ കൂടി ഇപ്പോൾ 200 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അറിയാത്തവർക്കായിട്ട് ഒരു കാര്യം കൂടി പറയാം, ചെറിയ മാറ്റങ്ങളല്ല സംഭവിച്ചിട്ടുള്ളത് ഷാസിയിലടക്കം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്
പുതിയ സെൽട്ടോസ് നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു സ്പെസിഫിക് ആയിട്ട് ഈ രണ്ട് വേരിയൻസിനെ കുറിച്ച് മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാത്തത്. ഇനി ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾ ഉണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ബട്ടൺ, ORM, ഇലക്ട്രിക് അഡ്ജസ്റ്റ്, ഫോൾഡ് തുടങ്ങിയ കൺട്രോൾസ്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെയാണ് വന്നുള്ളത്. ബേസിയറിന് മുതൽ മാനുവലി നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞ കഥകളൊക്കെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ കാര്യം. പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പവർ ഡ്രൈവർ സീറ്റ് വരും. അതായത് ഈ ഒരു HTK ഓപ്ഷനിലാണ് പറയുന്നത് കേട്ടോ. പവർ ഡ്രൈവർ സീറ്റും വെന്റിലേറ്റഡ് സീറ്റും വരുന്നുണ്ട്. അതല്ല നിങ്ങൾ HTK എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ട്രാക്ഷൻ കൺട്രോൾ, ഡ്രൈവ് മോഡ്സ്, പാഡിൽ ഷിഫ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസിന് ആഡ് ഓൺ ആവുന്നുണ്ട്. മാനുവൽ ആയതുകൊണ്ടാണ് അത് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ HTK ഓപ്ഷനിലായതുകൊണ്ട് ആ ഒരു ഡുവൽ ടോണിൻ്റെ ചാർക്കോൾ ബ്ലാക്കിൻ്റെയും ഗ്രേഡും മിക്സ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. ബേസ് വെയറിന് മൂലം നമുക്ക് ഇത്തരത്തിൽ ഡുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതിൽ HTK ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ ഡുവൽ ടോണിൽ തന്നെയുള്ള ലെതർ റാപ്പ് സ്റ്റിയറിംഗും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല സ്റ്റിയറിംഗിൽ മറ്റൊരു ഫീച്ചർ കൂടി HTK ഓപ്ഷനിൽ ആഡ് ആവുന്നുണ്ട്. ടിൽറ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ടെലിസ്കോപ്പി ഫംഗ്ഷൻ. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം, ദൂരേക്ക് കൊണ്ടുപോകാം. ഈ ഒരു ഫീച്ചർ കൂടി നമുക്ക് HTK ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ വയർലെസ് ചാർജർ, അതുപോലെ അലോയ് പെഡൽസ്, ഇത്രയും ഫീച്ചേഴ്സാണ് 1,30,000 കൊടുക്കുമ്പോൾ സൺറൂഫിൻ്റെയും ലെതർ സീറ്റിൻ്റെയും ഒപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിൻ്റെ ഒക്കെ ഒപ്പം ആഡ് ഓൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൺറൂഫ് നിർബന്ധമാണ് എന്നുണ്ടെങ്കിലും ലെതർ സീറ്റും സൺറൂഫ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു 1,30,000 കൊടുക്കുന്നത് വർത്താണ്. കാരണം 10,60,000 രൂപയുടെ നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളിതൊരു വാല്യൂ കണക്കാക്കുകയാണെങ്കിൽ 10,60,000 രൂപ കോസ്റ്റ് വരും രണ്ട് കാര്യങ്ങൾക്കും. അതായത് 60/40 സ്പ്ലിറ്റ് സീറ്റ് ഇത്തരത്തിൽ നമുക്കൊരു പ്രീമിയം ലെവലിലുള്ള ഒരു ലെതർ സീറ്റ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രണ്ടും കൂടി ഒരു 1,20,000 കോസ്റ്റ് എന്തായാലും വരും. കൂടാതെ നമുക്കൊരു പാർക്കിംഗ് സെൻസറും അതുപോലെ ഇത്തരത്തിലുള്ള ലെതർ റാപ്പ് സ്റ്റിയറിംഗും അലോയ് പെഡൽ അങ്ങനെയൊക്കെ ആഡ് ഓൺ ആവുന്നത്. അപ്പോൾ 1,30,000 വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ കൺട്രോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ലെവലർ, ഹിൽ ഡിസെൻറ്റ് കൺട്രോളും ട്രാക്ഷൻ കൺട്രോളും ഇതൊക്കെ ബേസിയറിന് മുതൽ കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്നുള്ളതാണ്. ഇനി MI നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിയറിന് മുതൽ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്ററിലൊരു 4 ഇഞ്ചിലൊരു MID കൊടുത്തിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മുടെ സെൽട്ടോസ് അല്ലെങ്കിൽ കിയ വാഹനങ്ങൾ കാണുമ്പോഴുള്ള അത്യാവശ്യം ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടാക്കോമീറ്റർ വരും, ഇവിടെ സ്പീഡോമീറ്റർ വരും, ഫുൾ ഡിജിറ്റൽ ക്ലസ്റ്റർ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നൈസാണെന്ന് പറയാം. പിന്നെ ഒരു 10.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. HTX മുതൽ അത് 12.3 ഇഞ്ചായിട്ട് മാറുന്നുണ്ട്. ടോപ്പ് എൻഡ് വരെ പിന്നെ അതിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ട്രിനിറ്റി ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ ഡുവൽ സോൺ AC-യുടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലൊരു ക്ലസ്റ്റർ കൂടി ഇവിടെ വരും. അങ്ങനെ ഒരു 3 ഡിസ്പ്ലേ സെറ്റ് ചെയ്ത രൂപത്തിലേക്കൊക്കെ ആവുന്ന HTX മുതലാണ് കേട്ടോ. അപ്പോൾ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് HTX-ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടച്ച് സ്ക്രീൻ അത്യാവശ്യം സ്ലീക്കാണ്, അത്യാവശ്യം അടിപൊളിയാണ് എന്ന് പറയാം. ഇതിൽ നമുക്കിപ്പോൾ ഒരു റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ആ കാര്യത്തിലൊക്കെ കിയ അന്നും ഇന്നും ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി, ഇമ്പ്രസീവ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ളൊരു ക്വാളിറ്റി നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ഫിസിക്കൽ കൺട്രോൾസ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ്, സെറ്റപ്പ്, മീഡിയ, വോളിയത്തിനൊക്കെ ഫിസിക്കൽ ബട്ടൺ, സെർച്ച്, മാപ്പ്, ഹോം. അതിന് താഴെയാണ് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരുപാട് കൺട്രോൾസ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ടും ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും. ഒപ്പം നമുക്ക് 6 സ്പീക്കേഴ്സും വരുന്നുണ്ട്. നോർമലി ഇവിടെ സ്റ്റോറേജ് ഏരിയ ആയിരിക്കും. HTK എടുക്കുന്നവർക്ക്, ഓപ്ഷൻ എടുക്കുന്നവർക്കാണ് ഇത്തരത്തിൽ വയർലെസ് ചാർജർ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ്, പിന്നെ ക്യാമറ ഓൺ ഓഫ് ബട്ടൺ വന്നിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. മാനുവൽ ആയതുകൊണ്ടാണ് നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ HTK ഓപ്ഷനിൽ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. സ്റ്റോറേജ് ഏരിയ അതുപോലെ ആംറസ്റ്റ് ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്. മാനുവൽ ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്. ബെസൽലെസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇതിനും ടോപ്പിലുള്ള HTX-ലേക്ക് പോകുമ്പോഴാണ്. അതുപോലെ വാനിറ്റി മിറർ, LED മാപ്പ്, ലാമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വാഹനം ഇത്രയും സ്പേസോട് കൂടി, ഇത്രയും ഫീച്ചേഴ്സോട് കൂടി 15,80,000 രൂപ ഓൺ റോഡ് വിലയ്ക്ക് കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഈ 15,80,000 എന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വിലയാണ്. ഇതിൽ നിന്നും 1,00,000 രൂപ കൂടുതൽ കൊടുത്താൽ ഇതേ വേരിയൻ്റ് തന്നെ നമുക്ക് ടർബോ പെട്രോൾ IMT ആയിട്ട് കിട്ടും. അപ്പോൾ 16,75,000 ആണ് വരിക. അതിൽ നിന്നും 1,00,000 രൂപ കൂടി കൂടുതൽ കൊടുത്താൽ ഇതിൻ്റെ ഡീസൽ മാനുവൽ കിട്ടും. അതായത് 17,80,000 റേഞ്ചിൽ. അപ്പോൾ 1,00,000 അഡീഷണൽ കൊടുത്താൽ നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് മാറ്റാം എന്നുള്ളതാണ്. ഇനി ഓട്ടോമാറ്റിക് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേരിയൻ്റ് തന്നെയാണ് ബെറ്റർ. കാരണം ഓട്ടോമാറ്റിക് ബേസ് വേരിയൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് HTE ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ്. അതിൽ നിന്നും 1,00,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് HTK കിട്ടും. അപ്പോൾ ഒരുപാട് ആ 1,00,000 രൂപക്ക് നമുക്കൊരു 1.5-1.25 ലക്ഷത്തിൻ്റെ ഒരു ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ആയി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുന്നതിൽ
മാനുവലിന് താഴേക്ക് പോയാലും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് HTK അല്ലെങ്കിൽ HTK ഓപ്ഷനിൽ പരിഗണിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ DKHKയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ വാനും ഒരുമിച്ച് നിർത്തിയിട്ടൊരു നമ്മുടെ മെഗാ കമ്പാരിസൺ വീഡിയോ വരുന്നുണ്ട്, കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.